ചില ദേവാലയങ്ങളിലും മറ്റും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ആളുകൾ തൊട്ടുമുത്തുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കുമ്പിട്ട് വണങ്ങുന്നതും കാണാറുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണോ? എന്തിനു വേണ്ടിയാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്? വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് സഭയുടെ ഒരു പൗരാണിക പാരമ്പര്യമാണ്. പണ്ടുകാലം മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ്. വിശുദ്ധരുടെ ശവകുടീരങ്ങളിലേക്കുള്ള തീർത്ഥാടനം, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ മൃതശരീരങ്ങൾ സംസ്കരിച്ച കുടീരങ്ങളിലേക്കുള്ള തീർത്ഥാടനം, അത് സഭയുടെ ആരംഭകാല വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈശോയുടെ കാൽപാദം പതിഞ്ഞ, ഈശോയുടെ തിരുരക്തം വീണ കാൽവരി മലയിലേക്ക്, ഈശോയെ സംസ്കരിച്ച കല്ലറയിലേക്ക് ഒക്കെ തീർത്ഥാടനം, വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനവും നമ്മുടെ വിശ്വാസത്തിൽ ആരംഭം മുതലേ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ തിരുശേഷിപ്പുകളോടുള്ള ആദരവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ തിരുശേഷിപ്പുകളെ നമ്മൾ ആദരിക്കുമ്പോൾ ആ മനുഷ്യ വ്യക്തിയിൽ ദൈവമായ കർത്താവ് പ്രവർത്തിച്ച വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യത്തെയാണ് നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. ഇപ്പം ഉദാഹരണം പറഞ്ഞ അൽഫോൻസാമയുടെ തിരുശേഷിപ്പ്, നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച, സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച ഒരു ക്ലാര സഭാംഗമായ കന്യാസ്ത്രീ അമ്മയാണ് അൽഫോൻസാമ നമുക്കറിയാം. പക്ഷേ അവളുടെ ആ സാധാരണ ജീവിതത്തിൽ അലൗകികമായ ദൈവികമായ ഇടപെടലുണ്ടെന്നും അതിൽ അസാധാരണമായ വിശുദ്ധിയുണ്ട് എന്നും തിരുസഭ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സഭ അത് വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മൾ അൽഫോൻസാമയെ കാണുന്ന എങ്ങനെയാണ്? ഈ അൽഫോൻസാമ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ആഗ്രഹമാണ് അൽഫോൻസാമയെ വണങ്ങുമ്പോൾ നമുക്കുള്ളത്. സ്വർഗത്തിൽ ദൈവത്തിനു മുമ്പിലായിരിക്കുന്ന അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അൽഫോൻസാമയുടെ തിരുശേഷിപ്പ് വണങ്ങുമ്പോൾ നാം അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത് സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകയാൽ പരമ്പരാഗതമായി സഭ ഈ ഒരു കാര്യം അനുഷ്ഠിക്കുന്നതിനാൽ അത് തികച്ചും ന്യായവും യുക്തവുമായ കാര്യമായിട്ട് തന്നെയാണ് സഭ കരുതുക. എന്നാൽ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ ആദരവ് തിരുശേഷിപ്പുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പരിശുദ്ധ കുർബാന സത്യമായും ദൈവപുത്രനായ ഈശോയുടെ ശരീരമാണ്. എന്നാൽ തിരുശേഷിപ്പുകൾ എന്നത് ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാഗമോ അവർ ഉപയോഗിച്ചൊരു വസ്ത്രത്തിൻ്റെ ഭാഗമോ മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ ആദരവ് പ്രകടിപ്പിക്കൽ തമ്മിൽ വ്യത്യാസം കാണാതെ പോകുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന ആരാധനയും തിരുശേഷിപ്പുകൾക്ക് നൽകുന്ന ആദരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ആദരവ് എന്ന് പറയുന്നത് ആ വ്യക്തികളിലൂടെ ദൈവം പ്രകടമാക്കിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിന് നാം ആമേൻ പറയുകയാണ് തിരുശേഷിപ്പുകളെ വണങ്ങുമ്പോൾ ചെയ്യുന്നത് എന്നോർത്താൽ മതി. അത് ആ വ്യക്തികളുടെ പ്രാധാന്യമല്ല, ആ വ്യക്തികളിലൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രാധാന്യമാണ് സഭ ഏറ്റുപറയുന്നത്.